നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഒടുവിൽ ട്രംപിൻ്റെ ആ മുന്നറിയിപ്പ് പ്രഖ്യാപനം, ആ വഴിയെ തന്നെ ലോകം ചലിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. ജോർദാൻ കീഴടങ്ങലിൻ്റെ ഭാഷയിലാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപിനോട് സംസാരിച്ചത്. ജോർദാൻ രാജാവ് ഗസ പുനർനിർമ്മിക്കാൻ പൂർണ്ണ സഹായ വാഗ്ദാനം ചെയ്യുന്നു. പലസ്തീനികളെ ഒരു പരിധിവരെ സ്വീകരിക്കാൻ ചെറു മനസ്സ് ജോർദാൻ രാജാവ് കാട്ടിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈജിപ്റ്റ് ഒരു പടി കൂടി കടന്ന് ഈജിപ്റ്റ് ഗാസ പുനർനിർമ്മാണത്തിന് ഈജിപ്റ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും എന്ന വാഗ്ദാനത്തിലെത്തി നിൽക്കുന്നു. മറ്റ് ചില രാജ്യങ്ങളൊക്കെ പലസ്തീനികളെ സ്വീകരിക്കാൻ ഒരു പകുതി സമ്മതം മൂളിക്കഴിഞ്ഞു. താൻ പ്രഖ്യാപിച്ച അതേ പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു. പുതിയ ഗാസ മുനമ്പിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പക്ഷേ അതിനു മുൻപ് തൻ്റെ പദ്ധതിയുടെ ഒരു വിജയകരമായ പൂർത്തീകരണത്തിനായി ട്രംപ് മറ്റ് ചില തന്ത്രങ്ങൾ കൂടി ഇപ്പോൾ പയറ്റുന്നു. ബന്ദികളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ തന്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ല എങ്കിൽ ഇനി വെടിനിർത്തൽ കരാർ നിലവിൽ ഉണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിനോട് ബന്ദി കരാർ റദ്ദാക്കി യുദ്ധത്തിലേക്ക് കടക്കാൻ ട്രംപിൻ്റെ ആഹ്വാനം. കേട്ട പാതി കേൾക്കാത്ത പാതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ അടിയന്തര സുരക്ഷാ കൗൺസിൽ വിളിച്ചു ചേർത്തു. അതിനുശേഷം 4 മണിക്കൂർ നീണ്ട ക്യാബിനറ്റ് യോഗം. നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഞായറാഴ്ച യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. IDF-നോട് എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ നെതന്യാഹു ശനിയാഴ്ച മുൻ കരാർ പ്രകാരം വിട്ടയക്കേണ്ട 3 ബന്ദികളെയാണോ വിട്ടയക്കേണ്ടത്, അതോ മുഴുവൻ ബന്ദികളെയാണോ എന്നതിൽ വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല. മറുവശത്ത് ഹമാസ് ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ നോക്കിയെങ്കിലും ഇപ്പോൾ തങ്ങളുടെ ഭയപ്പെടുത്തലിൻ്റെ വാക്കുകൾ ആ മൂർച്ച കുറച്ചിരിക്കുന്നു. വെടിനിർത്തൽ കരാർ വളരെ ബാധ്യസ്ഥതയോടെ പാലിക്കാൻ ഇരു സംവിധാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹമാസ് പറയുന്നു. എന്താണ് ഇപ്പോൾ മധ്യപൂർവ്വദേശത്ത് സംഭവിക്കുന്നത്? ഗസ മുനമ്പ് അമേരിക്ക പിടിച്ചെടുക്കുമോ? അതിനു മുൻപ് വീണ്ടും ഒരു ഘോര യുദ്ധത്തിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങളും മനുഷ്യരുമൊക്കെ പൊടിപടലങ്ങളാക്കി മാറ്റാൻ ഇതൊരു ട്രംപ് നെതന്യാഹു കൂടിയാലോചനയുടെ ഭാഗമാണ്. എന്തെങ്കിലും ആസൂത്രിതമായ നീക്കങ്ങൾ ഇപ്പോഴത്തെ ഈ പുതു യുദ്ധപ്രഖ്യാപനത്തിനുണ്ടോ? ശ്രീ സോയ്മോൻ, ഇപ്പോൾ നടന്നു വരുന്ന ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒരു സൂചനയാണെങ്കിൽ മനസ്സിൽ ക്ലാരിറ്റി ഉള്ളത് ഡൊണാൾഡ് ട്രംപിന് മാത്രമാണ്. പക്ഷേ ക്ലാരിറ്റി മാത്രം കൊണ്ട് കാര്യങ്ങൾ നടന്നു വരണമെന്നില്ല. ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഗാസ അമേരിക്ക ഏറ്റെടുക്കും, ഗാസയുടെ ആളുകളെ പൂർണ്ണമായി കുടി ഒഴിപ്പിക്കും, അവിടെ ഒരു റിവേറ സ്ഥാപിക്കും. പക്ഷേ എങ്ങോട്ടെല്ലാം കുടിയൊഴിപ്പിക്കും എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവണം, സ്വീകരിക്കാൻ രാജ്യങ്ങൾ സന്നദ്ധമാകണം. എത്രത്തോളം സന്നദ്ധമാണ് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഗാസയുടെ 23 ലക്ഷം പേര്, അവരിൽ ഒരു ചെറിയ വിഭാഗത്തെയെങ്കിലും ഈജിപ്തിന് താങ്ങാനാവുമോ? ഈജിപ്തിൽ ഒരു വലിയ വിഭാഗം ഗാസൻസ് ഓൾറെഡി ഉണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഗാസക്കാരെയെങ്കിലും ഈജിപ്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തെ കുടിയിരുത്താൻ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും വസിക്കാൻ അനുവദിക്കാൻ ഈജിപ്തിൻ്റെ ഭരണകൂടം തയ്യാറാകുമോ? അവിടെയാണ് ഗാസ ഗവർണൻസ് പ്ലാൻ എന്നൊരു പദ്ധതിയുമായി, ഒരു രഹസ്യ പദ്ധതിയുമായി ഈജിപ്റ്റ് മുന്നോട്ട് വന്നു. അതിൽ അമേരിക്ക ഈജിപ്തിൻ്റെ സ്കീം ഓഫ് തിങ്സിലുണ്ടോ എന്ന് കൃത്യമായി അറിയില്ല. ഒരുപക്ഷെ അറബ് ലീഗിലെ മറ്റ് രാജ്യങ്ങളുമായി സംസാരിച്ചുകൊണ്ട് ഗാസ ഗവർണൻസ് പ്ലാൻ എന്ന ഈജിപ്തിൻ്റെ അൽസിസിയുടെ ഒരു പദ്ധതിയാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അത് ഒരു സജഷൻ. പൂർണ്ണമായും ഞങ്ങൾ ഒരു അഭയാർത്ഥിയെയും ഒരു ഗാസൻ വ്യക്തിയെയും സ്വീകരിക്കില്ല എന്ന ആദ്യ നിലപാടിൽ നിന്നും, ഒരു 2 ദിവസം മുമ്പുള്ള നിലപാടിൽ നിന്നും ചെറിയ തോതിലുള്ള ഒരു മാറ്റം ഇപ്പോൾ കാണുന്നു. പക്ഷേ കൃത്യമായി അവർ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടില്ല. ജോർദാൻ രാജാവിൻ്റെ അമേരിക്കൻ സന്ദർശനമാണ് മറ്റൊരു നാഴികക്കല്ല്. ജോർദാൻ രാജാവ് അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും പൂർണ്ണമായി ഗാസ അമേരിക്ക ഏറ്റെടുക്കുന്നതിനെതിരെ ഒരു വാക്ക് പോലും രാജാവ് പറഞ്ഞിട്ടില്ല. ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമൻ പറഞ്ഞിട്ടില്ല എന്നതും പ്രസ്താവയോഗ്യമാണ്. മൂന്നാമത്തെ മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് വളരെ കാറ്റഗോറിക് പ്രഖ്യാപനങ്ങൾ വന്നു. സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അദ്ദേഹം പറയുന്നു, ജെറുസലേം കേന്ദ്രമാക്കി, കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ, വെസ്റ്റ് ബാങ്ക്, ഗാസയും ഉൾപ്പെടെയുള്ളത് ഉടനടി വരികയും ഇസ്രായേലിനെ അവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യാതെ ഇസ്രായേലുമായ നയതന്ത്ര ബന്ധം തുടങ്ങില്ല എന്ന കല്ലേ പിളർക്കുന്ന ശാസന അദ്ദേഹവും പറയുന്നു. ഈ പറയുന്നതല്ലാതെ
പൂർണ്ണമായി അമേരിക്കയെ ഗാസ ഇങ്ങെടുക്കും എന്ന് പറയുന്നതിനെ കടന്നാക്രമിക്കാൻ 2 ദിവസം മുൻപുള്ള ആ ഒരു ഊർജം ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കാട്ടുന്നില്ല എന്നതിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ സോയ്മോൻ സൂചിപ്പിച്ചത് ട്രംപിൻ്റെ പദ്ധതികൾ ജയിച്ചു വരുന്ന മട്ടാണോ എന്ന സാധ്യത. ഒരു വിരട്ടങ്ങോട്ട് വിരട്ടിയാൽ ഒരു അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം കൊണ്ട് പറഞ്ഞു വെച്ചാൽ ഒരിക്കലും നടക്കില്ല എന്ന് ആദ്യ പ്രതികരണം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പം നോക്കട്ടെ, ശ്രമിക്കാം, ആ രീതിയിലാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ, സന്ദേഹം ഇപ്പോൾ ഉയരുന്നു. അതാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വ്യവസായ ലോകം ഇപ്പോൾ ഗാസ മുനമ്പിൻ്റെ പുനർനിർമ്മാണ പദ്ധതി വിഭാവനം ചെയ്ത് ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു. ഗാസ മുനമ്പിനെ എങ്ങനെ പുനർനിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു സീനിയർ പ്രൊഫസറുടെ നേതൃത്വത്തിൽ ഒരു പഠന സംഘം അമേരിക്കയിൽ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞതിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. ഇനിയൊരു ഗാസ യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടാൽ, ഹമാസിനെതിരെ ഇസ്രായേൽ ഒരു ഘോരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ചാൽ ഗാസ അമേരിക്ക ഏറ്റെടുക്കണമെന്നൊരു അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ആവശ്യം ഉയർന്നേക്കാം. ഇങ്ങനെ ഒരു മുറവിളി ഉയരണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം, 15 മാസം നീണ്ടു നിന്ന ഒരു യുദ്ധം, അത് കഴിഞ്ഞ് ഒരു ചെറിയ ആശ്വാസം, 2-3 ആഴ്ചത്തെ ആശ്വാസത്തിന് ശേഷം വീണ്ടും കൊടും യുദ്ധത്തിലേക്ക് തിരിയുമ്പോൾ ഒരു പക്ഷേ ആ പ്രദേശത്തുള്ള രാജ്യങ്ങൾ തന്നെ പറയും ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ട്രംപ് വരച്ചിട്ട പരിഹാര മാർഗം മാത്രമാണ് മുന്നിലുള്ളത്. അതൊരു ബെഞ്ച് മാർക്കായി കരുതിക്കൊണ്ട് ചർച്ചകൾ തുടരുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഡൊണാൾഡ് ട്രംപ്. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന വ്യവസായികൾ ഗാസയുടെ പുനർനിർമ്മാണത്തിൽ തങ്ങളുടെ പങ്ക് എന്തായിരിക്കുമെന്ന് മനക്കോട്ട കിട്ടുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് അന്യൻ്റെ ആസ്തികൾ കണ്ടുകൊണ്ട് അപ്പുറത്തിരുന്നു കൊണ്ട് മനക്കോട്ടകൾ കെട്ടുക. ഈ ആസ്തി ഇപ്പോൾ നിലവിൽ അത് ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസയുടേതാണ്. ഇപ്പോൾ വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും നിയന്ത്രണം ഇസ്രായേലി ആർമി പൂർണ്ണമായി പിൻവാങ്ങിയിട്ടില്ല. ഹമാസ് ഇസ്രായേലി ആർമി പിൻവാങ്ങുന്ന മുറയ്ക്ക് ഹമാസ് തന്നെ അത് വീണ്ടും ഏറ്റെടുക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും ഹമാസിന് അനുവദിക്കാനാവില്ല ഒരു രീതിയിലുള്ള എവിക്ഷനും ഒരു രീതിയിലുള്ള ഏറ്റെടുക്കലും. ഒഴിഞ്ഞുപോക്കും അംഗീകരിക്കാൻ ഹമാസിനാവില്ല. അത് ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ടാണ് അതേക്കുറിച്ചൊരു ധാരണ ഉണ്ടാകാതെ റീകൺസ്ട്രക്ഷനിൽ അറബ് രാജ്യങ്ങൾ, അവരുടെ സർക്കാരുകൾ, അത് ട്രംപ് പറയുന്നു, റിയൽ എസ്റ്റേറ്റ് കണ്ണോടുകൂടി പറയുന്നു, നിങ്ങളെ സഹകരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ, റിച്ച് കൺട്രി, UAE, കുവൈറ്റ്, ഇതൊക്കെ ആയിരിക്കണം മനസ്സിലിരിക്കുന്നത്. ആ രാജ്യങ്ങൾക്ക് വലിയ തോതിൽ $പെട്രോൾ പമ്പിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പണം കൊണ്ട് ലോകത്തെല്ലാം സാധ്യമാകും എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പക്ക ബിസിനസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ചിന്ത ആണ് ഒരു പക്ഷേ സംഭവം ഇതുവരെ എത്തി നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറുവശത്ത് മറ്റ് ചില സംഭവ വികാസങ്ങൾ കൂടി ഇന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളിലുണ്ട്. ഒന്ന്, ഹമാസ് നേതാക്കളോട് അടിയന്തരമായി അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാൻ ഹമാസിൻ്റെ നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പേജർ സ്ഫോടനങ്ങൾക്ക് സമാനമായ എന്തെങ്കിലും ആക്രമണം ഇസ്രായേലിൻ്റെ IDF കരുതി വെച്ചിട്ടുണ്ടോ എന്ന ഭയം. ഞായറാഴ്ച യുദ്ധം ആരംഭിക്കുമ്പോൾ ഹമാസിൻ്റെ ഈ സീനിയർ നേതാക്കൾ എവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിനെ സഹായിച്ചേക്കും ഇത്തരം മൊബൈൽ ഫോണുകൾ എന്ന ഭയം അവർക്കുണ്ട്. വീണ്ടും ഹമാസ് പോരാളികളും ഹമാസ് നേതൃത്വവുമൊക്കെ ടണലുകളിലേക്ക് ഉൾവലിഞ്ഞ് പഴയ ഒരു യുദ്ധതന്ത്രങ്ങളിലേക്ക് തന്നെ അവർ കടക്കുന്ന കാഴ്ചയാണോ ഇത്? ഒരു പുതിയ തന്ത്രം ഇനി ആവിഷ്കരിക്കേണ്ടി വരും. കാരണം ഇത് റീഗ്രൂപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മളത്തിൽ നിന്നും സർഫസിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞു. ടണലുകളിൽ നിന്നും സർഫസിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ ആർമി, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മാസങ്ങളായി, അതായത് 15 മാസമായി ഗാസയുടെ മണ്ണിലുണ്ട്. അപ്പോൾ അവർക്ക് ട്രാക്ക് ചെയ്യാനാവാത്ത തുരങ്കങ്ങൾ ഉണ്ടാവില്ല എന്നത് നിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ ഹമാസിനെ സർഫസ് ചെയ്ത് വന്ന ഹമാസിൻ്റെ യോദ്ധാക്കൾക്ക്, പോരാളികൾക്ക്, അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് അവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അവർക്ക് ഒരുപക്ഷെ റീഗ്രൂപ്പ് ചെയ്യാൻ അവസരം കിട്ടിയതിനോടൊപ്പം തന്നെ അവർ ഏത് രൂപത്തിൽ റീഗ്രൂപ്പ് ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള ഒരു കരുത്ത് ഇസ്രായേലിനുമുണ്ട്. അതുകൊണ്ട് ഒരു നാൾ യുദ്ധം വീണ്ടും തുടങ്ങേണ്ടി വരും എന്ന പൂർണ്ണ ധാരണയിൽ തന്നെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ സംബന്ധിച്ച്. ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തലാണ്. 1-ാം ഘട്ടത്തിൻ്റെ പകുതി മാത്രമാണ് എത്തി നിൽക്കുന്നത്. നിലവിൽ 19 ബന്ദികളെ മോചിപ്പിച്ചതായിട്ടാണ് വിവരം. 33 ബന്ദികളാണ് 1-ാം ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടേണ്ടത്. ട്രംപ് കൊടുത്ത അന്ത്യശാസനം അനുസരിച്ച് ഈ വരുന്ന 15-ാം തീയതി ഫെബ്രുവരി 15, 2025 എല്ലാ ബന്ദികളെയും, അദ്ദേഹം പറയുന്നില്ല ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എഗ്രി ചെയ്ത 33 ബന്ദികളെന്നല്ല പറയുന്നത്, 100 ബന്ദികളെയും 105 ബന്ദികളെയും
ഈ 105 ബന്ദികളെ അവസാനം മോചിപ്പിക്കാൻ ഉണ്ടാവുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം അവസാന ഘട്ടം വരുമ്പോൾ ഏത് രൂപത്തിലുള്ള ബന്ദികളാണ്, ഏത് ആരോഗ്യനിലയിലുള്ള ബന്ദികളാണ്, ജീവനുള്ളവരെത്ര എന്ന ചോദ്യം അവസാനം വരും. അതുകൊണ്ട് ഇതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ ആ ബന്ദികളുടെ എല്ലാം ലിസ്റ്റും അവർ ജീവനോടെ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുമില്ല എങ്കിൽ എന്തായാലും അവസാനം യുദ്ധത്തിലേക്ക് കലാശിക്കും. കാരണം അവസാനം പറയുന്ന 50 ബന്ദികൾ 60 ബന്ദികൾക്ക് ശേഷം പിന്നെ ബന്ദികളെ വിടാനില്ല എങ്കിൽ എവിടെ ബന്ദികൾ എന്ന ചോദ്യം അവിടെ ഉണ്ടാകും. അത് യുദ്ധത്തിനുള്ള അഡീഷണൽ കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മേൽ അതിശക്തമായ സമ്മർദ്ദമുണ്ട് ഇസ്രായേലിൻ്റെ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ലോബിയിൽ നിന്നും. അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്യുന്ന ഇസ്രായേൽ ഡൂയിങ് എ ഗ്രേറ്റ് ബാലൻസിങ് ആക്ട്. ഇപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധം തുടങ്ങണം എന്ന ആഗ്രഹം ഇസ്രായേൽ ഉറപ്പായിട്ടുണ്ടാവും. പഴയ നെതന്യാഹു അല്ല ഇപ്പോഴത്തെ നെതന്യാഹു. നേരത്തെ ജോ ബൈഡൻ അത്ര കണ്ട് പിന്തുണ നെതന്യാഹുവിന് നൽകിയിരുന്നില്ല. ഇസ്രായേലിൽ പോലും ശക്തമായ എതിർവികാരങ്ങൾ നെതന്യാഹുവിനെതിരെയുണ്ട്. നെതന്യാഹു കൂടുതൽ ശക്തമായി യുദ്ധം കനപ്പിക്കണമെന്ന ആവശ്യം രാജ്യത്തിനുള്ളിലുണ്ടായിരുന്നു. മറുവശത്ത് ബന്ദികളെ വിട്ടയക്കുന്നതിൽ നയതന്ത്ര നീക്കങ്ങളുടെ അഭാവം ചിലർ ചൂണ്ടിക്കാട്ടി തെരുവുകളിലേക്ക് ജനപ്രതിഷേധവുമായി ഇറങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും ഒരു സംഘം ബന്ദികളെ കൂടി ഇപ്പോൾ മോചിപ്പിക്കാൻ കഴിഞ്ഞു. മറുവശത്ത് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് വേണ്ടി വന്നാൽ അമേരിക്കൻ സേനയെ ഗാസ മുനമ്പിലേക്ക് അയക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന പുതിയ അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഓരോ പ്രഖ്യാപനവും. ഇനി ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് നെതന്യാഹുവിൻ്റെ പരിപൂർണ്ണ പിന്തുണ ട്രംപിന് ആവശ്യമാണ്. അത്തരമൊരു വിചിത്രമായ സാഹചര്യത്തിൽ അമേരിക്ക പോലും ചെന്നെത്തുന്നു. ചുരുക്കത്തിൽ ഇനി ഞായറാഴ്ച ഇസ്രയേൽ ഈ യുദ്ധം പുനരാരംഭിക്കുന്നത് ഏറ്റവും വിനാശകരമായ തലത്തിലായിരിക്കില്ലേ? അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പണ്ട് ആട് പുലി അതൊരു കഥയാണ്. നീ എൻ്റെ കുളം കലക്കി എന്ന് താഴെ നിന്ന് ജലം കുടിച്ചുകൊണ്ടിരുന്ന, അരുവിയുടെ താഴെ നിന്ന് ജലം കുടിച്ചുകൊണ്ടിരുന്ന ആടിനോട് മുകളിൽ നിന്ന് പുലി പറയുമ്പോൾ ആടിനെ ഭക്ഷിക്കണമെന്ന ആഗ്രഹത്തിനാണ് ഈ പറയുന്നത്. പക്ഷേ എങ്ങനെ താഴെ നിൽക്കുന്ന ആടിന് മുകളിൽ നിൽക്കുന്ന പുലിയുടെ വെള്ളം കലക്കാനാവുമെന്ന ചോദ്യം വരുമ്പോൾ നീ അല്ല, നിൻ്റെ മുത്തച്ഛനാണ് ഇത് കലക്കിയത് എന്ന് പറയുമ്പോൾ ഒരു കാരണം കണ്ടെത്തുകയാണ്. അപ്പം വെടിനിർത്തൽ ലംഘിക്കാൻ ഒരു കാരണം കണ്ടെത്താനായി വെമ്പുന്ന മനസ്സുകളെ കാണുന്നു. ഇത് ആരുടെ മനസ്സാണ് കൂടുതൽ വെമ്പുന്നത്? ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മനസ്സാണോ ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സാണോ കൂടുതൽ വെമ്പുന്നത് എന്നതാണ് വിഷയം. ഡൊണാൾഡ് ട്രംപാണ് കൂടുതൽ തെളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നെതന്യാഹുവിനേക്കാൾ ഈ റൗണ്ടിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ട്രംപാണ്. ട്രംപ് തെളിച്ചു പറഞ്ഞു കഴിഞ്ഞു. നെതന്യാഹു ട്രംപ് പറയുന്ന ലൈനിലേക്ക് പിന്നീട് എത്തുകയാണ്. ട്രംപാണ് പറഞ്ഞത് 15-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിരിക്കണം. നോ മോ നോൺസെൻസ്, 1, 2, 2 3 അങ്ങനെയല്ല, എല്ലാവരെയും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അത് സാധ്യമാവില്ല എന്ന് നമുക്കറിയാം. അത് സാധ്യമാവില്ല എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിൽ യുദ്ധം ചെയ്യാൻ നെതന്യാഹുവിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ നെതന്യാഹു അത് ഏറ്റുപിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അല്ലാതെ നെതന്യാഹു അല്ല ഈ പദ്ധതികളൊന്നും തന്നെ, ഗാസയുടെ പുനരുജ്ജീവിത പദ്ധതികളെക്കുറിച്ചൊന്നും ബെഞ്ചമിൻ നെതന്യാഹുവോ ഇസ്രയേലി ഭരണകൂടവും കമാൻഡ് രക്ഷയും വേണ്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഈസ് ലീഡിങ് ദ വേ, നെതന്യാഹു ഈസ് ഹാപ്പിലി ഫോളോയിങ് സ്യൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇത് ഹമാസിൻ്റെ സർവനാശത്തിൽ ചെന്നെത്തുമോ? നേരത്തെയും ഇസ്രായേൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. 15 മാസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിലും ഹമാസ് തലപൊക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എവിടെ നിന്ന് അറിയില്ല, വീണ്ടും കൂടിച്ചേരുന്ന ഹമാസ് ഈ ബന്ദികളെ വിട്ടയക്കുന്ന ഓരോ ഘട്ടത്തിലും ആ തെരുവിലേക്ക് ഇരച്ചു വന്ന് 100 കണക്കിന് ഹമാസുകാർ തോക്കുകളേന്തി നിൽക്കുന്ന കാഴ്ച. അപ്പോൾ അവരുടെ ശക്തി ഇപ്പോഴും ഗസ മുനമ്പിലുണ്ട് എന്നതിൻ്റെ തെളിവുകൾ തന്നെയല്ലേ? സോയ്മോൻ, മുറിച്ചിട്ടാൽ മുറിവ് കൂടുന്ന രീതിയിലുള്ള ഒരു രീതിയാണ്, ഒരു രീതിശാസ്ത്രമാണ് ഹമാസിൽ നിന്നും ഇതുവരെ കണ്ടത്. ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യും എന്ന വാഗ്ദാനമല്ല, എന്ന ഒരു വലിയ കർശനമായ ഒരു പ്രഖ്യാപനം അത് പാഴ്വാക്കായി മാറി. പൂർണ്ണമായി നിഷ്കാസനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാണുന്ന ചിത്രങ്ങളൊരു സൂചനയാണെങ്കിൽ ഹമാസിൻ്റെ സജീവമായ സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ബന്ദികളെ കൊണ്ടുവന്ന് പ്രദർശന വസ്തുക്കളായി ബന്ദികളെ, അതൊരു കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ബന്ദികളെ പ്രദർശന വസ്തുക്കളാക്കുന്നത് പോലും യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് പുല്ലുവിലയാണ് ഇരുകൂട്ടരും കൊടുക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. അങ്ങനെ ഹമാസ് തങ്ങളുടെ ബെഞ്ച് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ തിണ്ണമെടുക്ക് കാണിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് കുറച്ചൊക്കെ അവർക്ക് ഉണ്ട് താനും. അതുകൊണ്ട് പൂർണ്ണമായും ഹമാസ് വിമുക്ത ഗസയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പദ്ധതി എങ്കിൽ ഓൺലി വൺ വേ ഔട്ട്. അത് ട്രംപ് പറഞ്ഞ വാക്ക്
പൂർണ്ണമായും എല്ലാവരെയും എവിക്റ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് എല്ലാ പൊരുത്തങ്ങളും നോക്കി, പൂർവാശ്രമത്തിലെ രീതികളെല്ലാം നോക്കി, വീണ്ടും ജാതകം ഒന്നുകൂടി കുറിച്ച് വേണമെങ്കിൽ അരിച്ചരിച്ചരിച്ച് എല്ലാ യോഗ്യതയും ഉള്ള സർവ്വഥാ യോഗ്യന്മാരെ മാത്രം തിരിച്ചെടുക്കാം. അതും ചില പ്രത്യേക നിബന്ധനകൾ, ദേ വിൽ ബി അണ്ടർ സ്ട്രിക്റ്റ് സർവൈലൻസ് ആൻഡ് മോണിറ്ററിങ്. അതാണോ മനസ്സിലിരിക്കുന്നത്? അത് മനുഷ്യസാധ്യമായ കാര്യമാണോ? 23 ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. അതിൽ എത്ര പേരാണ് സിവിലിയൻ വേഷത്തിലാണ്? ഗാസയിലെ ഹമാസിന് സിവിലിയൻ വേഷത്തിലാണ് പലപ്പോഴും. അതുകൊണ്ടാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ട്രംപ് പറയുന്നത്. ട്രംപ് പ്രഥമ ദൃഷ്ടിയ തീരെ ബുദ്ധി മോശമാണല്ലോ പറഞ്ഞു വയ്ക്കുന്നതെന്ന് തോന്നാമെങ്കിലും ഇതല്ലാതെ കുറേ പേരെങ്കിലും ഗാസയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഹമാസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്ന ഇസ്രായേലിൻ്റെ ആഗ്രഹം നടക്കില്ല. കാരണം തിരിച്ചറിയാനാവില്ല. സിവിലിയൻ ആളുകളെയും ഹമാസിൻ്റെ പോരാളികളെയും തമ്മിൽ തിരിച്ചറിയാൻ ഇപ്പോഴത്തെ നിലയിൽ യാതൊരു രീതിയിലും കഴിയുന്നില്ല എന്നതാണ് വിഖ്യാതമായ ഇസ്രായേലിൻ്റെ മൊസാദ് സംവിധാനത്തിന് തിരിച്ചറിയാൻ കഴിയാത്തത്. പിന്നെ ആർക്ക് തിരിച്ചറിയാൻ കഴിയും? ഈ ബന്ദികളെ വിട്ടയക്കുന്ന വേളയിൽ ഹമാസുകാർ തടിച്ചുകൂടിയതും ആ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നതുമായിരിക്കാം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നെതന്യാഹുവിനെ കൊണ്ടുവന്നെത്തിച്ചത്. ഹമാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ പ്രഘോഷിക്കുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന് ഏറ്റ ഒരു തിരിച്ചടിയാണ്. മറുവശത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഹമാസ് നേരിടുന്നത്. നേരത്തെ ഹമാസിനെതിരെ യുദ്ധം ഇസ്രായേൽ തുടക്കമിട്ടപ്പോൾ അന്ന് ലെബനനിലെ ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനുമൊക്കെ ഇസ്രായേലിനെ കടിച്ചു കുടയും എന്ന തലത്തിൽ പലവിധ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇക്കുറി മുന്നറിയിപ്പുകളൊന്നുമില്ല. പലസ്തീനികളെ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്ന അറബ് രാജ്യങ്ങളുടെ തനിനിറം അമേരിക്ക ഒരു വശത്ത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ കരുത്തോടെ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് ഇക്കുറി തിരിച്ചടി കൊടുക്കാൻ കഴിയില്ലേ? ഈ എല്ലാ ഘട്ടത്തിലും പിന്നെ ഓഡ്സ് വെയർ ഹെവിലി എഗൻസ്റ്റ് ഹമാസ്. അത് ഒരു വസ്തുതയാണ്. പക്ഷേ എല്ലാ പ്രതിബന്ധങ്ങൾക്കെതിരെയും ഹമാസിന് ഇതുവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഹമാസ് ഒരു പോരാളി സംഘടന മാത്രമല്ലാത്തത് കൊണ്ടാണ്. ഒരു ആശയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തീവ്ര റാഡിക്കൽ വിഭാഗം. അതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ചിന്താധാരയ്ക്ക് ഹമാസിൻ്റെ ഒരു 1000 പേര് കൊല്ലപ്പെടുമ്പോൾ മറ്റൊരു 1000 പേരെ പുതുതായി രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹമാസ് വിമുക്ത ഗാസ ഒരുപക്ഷെ സാധ്യമാകും. പക്ഷേ ഹമാസ് പ്രതിദാനം ചെയ്ത ആശയം, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയം, ആ വിമുക്തമായ ഒരു പലസ്തീൻ എങ്ങനെ സാധ്യമാകും? അപ്പോൾ അതിൽ ആത്യന്തികമായ ചിന്തകൾ പോകേണ്ട ആ വഴിക്ക് തന്നെയാണ്. പരമാധികാര രാജ്യമായി നിലനിൽക്കാൻ ഒരു ജനതയ്ക്ക് അവകാശമുണ്ട്. ആ ജനതയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹമാസ് ആകാം, അല്ലെങ്കിൽ അൽഫത്ത എന്ന കുറച്ചുകൂടി മിതവാദികളായ മറ്റേ വെസ്റ്റ് ബാങ്കിലെ സംഘടനയാകാം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മനസ്സിൽ പരമാവധി ഒരു കാസ്ട്രേറ്റഡ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ, അതായത് യാസർ അറാഫാത്ത് റെപ്രസെൻ്റ് ചെയ്തിരുന്ന PLOയുടെ ഇപ്പോഴത്തെ രൂപമാണ്. ആ PLOയുടെ ഒരു പിൻഗാമികൾ കുറച്ചുകൂടെ മതതീവ്രതയിലല്ല, മറിച്ച് പലസ്തീനിയൻ ദേശീയതയിൽ മാത്രമുള്ള മതത്തെ മാറ്റി നിർത്തുന്ന ഒരു സെക്യുലർ ഒരു സംവിധാനം, അത് കോഎക്സിസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ആലോചനയാണ്. കാരണം അവരെ പേടിപ്പിച്ച് നിർത്താൻ കുറച്ചുകൂടി എളുപ്പമാണ് ഒരു റാഡിക്കൽ വിഭാഗം എന്നതിനേക്കാൾ. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ അതിനും വെസ്റ്റ് ബാങ്ക് മാത്രമായി ഒരു ചെറിയ മിനി പാലസ്തീൻ സ്ഥാപിച്ചെടുക്കാനും ഒക്കെയുള്ള ശ്രമം ഒരുപക്ഷെ പാരലായി നടക്കുന്നുണ്ടാകും. കാരണം യഥാർത്ഥ അജണ്ടകൾ ഇതുവരെ ലോകത്തിന് മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മറുവശത്ത് പലസ്തീനികളെ ആദ്യം അഭയം കൊടുത്ത് സ്വീകരിച്ച ലെബനനിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിട്ട അന്നത്തെ പലസ്തീനികളുടെ സാന്നിധ്യമായിരുന്നു. അന്ന് ലെബനൻ കേന്ദ്രീകരിച്ച പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിടം കൊടുത്തത് പിന്നീട് ആ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. സിറിയയിലും സമാനമായ പല സാഹചര്യങ്ങളും ഉണ്ടായി. ഈജിപ്ഷ്യൻ ബ്രദർഹുഡിന് ഊർജം പകർന്നത്, ആ ബ്രദർഹുഡിലേക്കുള്ള മൂവ്മെൻറ്റ്, അതിന് പലസ്തീൻ അഭയാർത്ഥികളായിരുന്നു അവിടെ തുടക്കമിട്ടത്. അഭയം കൊടുത്ത രാജ്യങ്ങളൊക്കെ പിന്നീട് വലിയ കെടുതികൾ നേരിട്ടിട്ടില്ലേ ഇതേ പലസ്തീനികളെ കൊണ്ട്? ശ്രീ സോയ്മോൻ, മരുഭൂമിയുടെ ഉടമയാര്? അത് അറബിയാണോ ഒട്ടകമാണോ എന്നതാണ് ഇവിടുത്തെ വലിയ ചോദ്യം. അറബി ഒട്ടകത്തിന് മൂക്കുവെക്കാൻ സ്ഥലം കൊടുത്തു എന്ന കഥയുണ്ട്. അതുപോലെ പലസ്തീനിയൻസിന് മൂക്കുവെക്കാൻ, പ്രവർത്തിക്കാൻ, റെസിസ്റ്റ് ചെയ്യാൻ ഒരിടം കൊടുത്തു ബെയ്റൂട്ട് നഗരം, ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് നഗരം. അവരത് കേന്ദ്രീകരിച്ച് വളർന്ന് പന്തലിച്ച് വലിയ പ്രസ്ഥാനമായി. അത് ആ രാജ്യത്തിൻ്റെ തന്നെ, ലെബനൻ എന്ന രാജ്യത്തിൻ്റെ തന്നെ സർവനാശത്തിന് കലാശമായി. ഒരു പരിധിവരെ സിറിയയിലും സംഭവിച്ചത് സമാനമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ
മരുഭൂമി വളരെ റിയലാണ്. പക്ഷേ മരുഭൂമിയിൽ 2 പ്ലേയേഴ്സ് ഉണ്ട്, അറബി ആൻഡ് ഒട്ടകം. ഇതിനെ പലസ്തീനിയൻ ജനതയെ ഒട്ടകമായി എടുക്കുകയാണെങ്കിൽ അവരുടെ അവകാശമാണ്. മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം. അത് മരുഭൂമിയിൽ എന്തും ഒട്ടകമുണ്ട്, അത് വേണം, അത് ആവശ്യവുമാണ്. അറബിക്ക് ഒട്ടകത്തിന് ഇടം കൊടുക്കാൻ തക്ക ഒരു മനസ്സുണ്ടായി. ആ ഒട്ടകം ആ ഇടം സ്വീകരിച്ചു. അറബി അവസാനം പുറത്തായി എന്ന് പറയുമ്പോൾ ലെബനീസ് അറബി പുറത്തായി, ഏതാണ്ട് പുറത്തായി. സിറിയൻ അറബി പുറത്താകുന്നു. ജോർദാൻ അറബി പുറത്താകുമോ എന്നൊരു ഭയമുണ്ട്. കാരണം ഇന്നലകളിൽ നിന്ന് പാഠം പഠിക്കുന്നവനാണല്ലോ ബുദ്ധിമാൻ. ഈ ഭയം ഉള്ളതുകൊണ്ടാണ് ഈജിപ്തും എല്ലാ രാജ്യങ്ങളും, ജോർദാൻ ഉൾപ്പെടെ, സൗദിയൊക്കെ വളരെ കെയർഫുള്ളാണ്. ഇക്കാര്യത്തിൽ എക്സ്ട്രാ കെയർഫുള്ളാണ് സൗദി അറേബ്യ. ഇവരെല്ലാം ഒട്ടകത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. പക്ഷേ തങ്ങളുടെ ടെൻറ്റിൽ ഒട്ടകത്തിന് ഇടമില്ല. നിങ്ങളുടെ ടെൻറ്റിൽ വേണമെങ്കിൽ കയറ്റിക്കോളൂ. അവർക്ക് ശക്തിയില്ല. അമേരിക്കയുടെ ടെൻറ്റിൽ ആ ഒട്ടകത്തിന് ഇടമുണ്ടെങ്കിൽ കൊടുത്തോളൂ എന്ന് പറയാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അവർ കൈ കഴുകി മാറുന്നു. പ്രസ്താവന സാഹിത്യത്തിൽ മാത്രം ഒട്ടകം എത്ര അദ്ഭുത ജീവിയാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്, വാനിഷിംഗ് സ്പീഷീസാണ്, നമ്മൾ സംരക്ഷിക്കും, എങ്ങനെയെന്ന് മാത്രം ആരും പറയുന്നില്ല. എന്തായാലും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവാദത്തിൽ നിന്ന് കുടിയൊഴിപ്പിക്കലിൻ്റെ ഭീഷണിയിലെത്തുന്ന തലത്തിലേക്ക് പലസ്തീൻ ചെന്നെത്തിയ കാഴ്ച, പലസ്തീൻ പ്രത്യേകിച്ച് ഗസ മുനമ്പ് ഒക്ടോബർ 7, 2023 ആ ക്രൂരമായ ആക്രമണത്തിന് അവർ അർഹിക്കുന്ന ശിക്ഷ അതിൽ ഏറെ അവർ ഇതിനകം തന്നെ അനുഭവിച്ചില്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഈ ശിക്ഷ എന്ന് പറയുന്നതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. ഇത് പിന്നെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് പോലും ഒരു കാലാവധിയുണ്ട്. ഇത് ശിക്ഷ തലമുറകളോളം അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ 2 ഭാഗത്തും. ഇസ്രയേലിൻ്റെ ഭാഗത്ത് തലമുറകൾ അരക്ഷിതത്വം അനുഭവിക്കുന്നു. അതുപോലെ ഗാസയിലെ ജനങ്ങൾ, വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾ, പലസ്തീനിയൻ ജനത തലമുറകളോളം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു മനുഷ്യാവകാശ വിഷയം ലോകത്ത് വേറെ ഇല്ല. ഇപ്പം ട്രംപ് പറഞ്ഞത് ശരിയല്ലേ? നേരം വിളിക്കുമ്പോൾ ഇന്ന് താൻ മരണപ്പെടുമോ എന്ന ഭയത്തോടെയാണ് അവിടെ ഓരോരുത്തരും ജീവിക്കുന്നത്. ട്രംപ് പറഞ്ഞതിൻ്റെ ഒരു ശുദ്ധതലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പർദീസ ഞാൻ ഒരുക്കി തരാം എന്നാണ്. പർദീസ എന്ന വാക്ക് പറയുന്നില്ല, ഞാൻ പറഞ്ഞതാണ്. പർദീസ ഒരുക്കി തരാം. നിങ്ങളൊന്ന് ചെറുതായി എന്നെ ഒന്ന് നമസ്കരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ 1-ാം തരം മേച്ചിൽപ്പുറങ്ങൾ ഒരുക്കി കൊടുക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേച്ചിൽപ്പുറങ്ങളായിരിക്കില്ല, ഞാൻ കാട്ടിത്തരാം. അതിൽ സന്തോഷിക്കണം, ആനന്ദിക്കണം, ശല്യമുണ്ടാക്കരുത്. ഇവിടെ നിങ്ങൾ വസിച്ചിരുന്ന ഇടം ഞങ്ങൾ സ്വർഗരാജ്യമാക്കി മാറ്റും. അത് വല്ലപ്പോഴും നിങ്ങൾക്ക് ടൂറിസ്റ്റുകളെ വന്ന് കണ്ടിട്ട് വേണമെങ്കിൽ തിരിച്ചു പോകാം. മുത്തച്ഛന്മാർ നടന്നിരുന്ന ഗാസ മണ്ണ്. ഈ ലളിത യുക്തിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇത് ലളിത യുക്തിയെന്ന് നമുക്കിപ്പോൾ പറയാമെങ്കിലും ഇതല്ലാതെ മറ്റൊരു പരിഹാര മാർഗം അല്ല എങ്കിൽ പൂർണ്ണമായും ഗാസ എന്ന പ്രദേശം, വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശം ചേർന്ന് പരമാധികാര രാജ്യമുണ്ടായി 1-ാം ദിവസം തന്നെ അവർ ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും ഒരു ഡീമിലിറ്ററൈസ് സോൺ വെക്കുകയും. ഇസ്രയേൽ മിലിറ്ററൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഡീമിലിറ്ററൈസ്ഡ് ആകാൻ സാധിക്കും? അത് വലിയ ചോദ്യമാണ്. പരിഹാരങ്ങളില്ലാത്ത, ഉത്തരങ്ങളില്ലാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ മധ്യേ ഒരുപക്ഷെ വിഘടനും, കാടനും, ധിക്കാരിയും, അഹങ്കാരിയും ഒക്കെ എന്ന് പറയുന്ന ട്രംപിൻ്റെ വാക്കുകൾക്ക് വില വരുന്നത് അപ്പോൾ മാത്രമാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.